ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ബ്രോ ക്യാമ്പിലെ കുറച്ച് വിശേഷങ്ങൾ പങ്കിടാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കറന്റ് ഇപ്പോൾ 6th വീക്കാണ്. 6th വീക്കിൽ തന്നെ ഞാൻ ഇങ്ങനെ വലിച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ 6th വീക്കിൽ തന്നെ റിപ്പീറ്റ് കിട്ടി ഫൈൻ അടച്ചടച്ച് പയ്യ മടുത്ത് വെറുത്ത് പഠിക്കാനേ തോന്നില്ല. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് 3 ലക്ഷം രൂപ ഫീസ് കൂടാതെ ഇതിൻ്റെ കൂടെ ഇനി അഡീഷണൽ ഫൈന്. അതായത് ഇപ്പോൾ ഒരു വീക്ക് റിപ്പീറ്റായി, രണ്ടാമത്തെ വീക്ക് കിട്ടി, അതും പാസ്സായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1000 രൂപ ഫൈൻ, അതും പാസ്സായില്ലെങ്കിൽ വീണ്ടും 1000 ഫൈൻ. 1000 ഫൈൻ അടയ്ക്കുക, നമ്മൾ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യുക, റിവ്യൂ അറ്റൻഡ് ചെയ്യുക. നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ചടിച്ച് കുറേ വട്ടം ഇങ്ങനെ ഫൈൻ അടിച്ചടിച്ച് സെയിം ടോപ്പിക് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മടുത്ത് വെറുക്കും. ടു മച്ച്. അതായത് ഫീസ് കൂടാതെ നമുക്ക് ഫൈൻ കയ്യിൽ നിന്ന് പോകും, അതുപോലെ തന്നെ സമയവും പോകും. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് വേണം ജോയിൻ ചെയ്യാൻ. അല്ലാതെ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കരുത്, ബ്രോ എന്ത് ചെയ്തിട്ട്, ബ്രോ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് അഭിപ്രായം ഒന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ അത് വായിക്കുക, ഗൈഡ് ലൈൻസ് അവർ തരും, വായിക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. അല്ലാതെ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാനേ ഇവിടെ ഇങ്ങനെ വലിച്ചാണ് ഇരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് നാൾ റിപ്പീറ്റും കാര്യങ്ങളൊക്കെ കാണും. ഏകദേശം ഈ ഒരു സെക്ഷൻ പാസ്സാവാനായിട്ട് മിനിമം ഒരു 5000-10,000 ഫൈന് വെച്ചേക്കണം, ഫീസ് കൂടാതെ. ഈ കോഴ്സ് എന്തായാലും പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കോഴ്സ് അനുസരിച്ച് ഏകദേശം ഒരു 10,000-25,000 രൂപ ഫൈനെങ്കിലും ആവും. അതെല്ലാവരും കയ്യിൽ കരുതുക. നമുക്ക് ആ കിട്ടുന്നത് ഏകദേശം ഒരു 4 വരെ ടോപ്പിക്ക് കിട്ടും. 4 വരെ ടോപ്പിക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എവിടെയൊക്കെ പോയി വലിച്ച് വാരി റെഫർ ചെയ്യുക. എങ്ങനെയാണ് ടോപ്പിക്ക് എന്നുള്ളൊരു ഐഡിയ ഇല്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ ആൻസർ ചെയ്യുക. ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് കുഴപ്പിക്കും. അവസാനം 1-2 മാർക്ക് കിട്ടും. അതാണ് സത്യാവസ്ഥ. ഓരോ തവണ റിപ്പീറ്റ് അടിക്കുമ്പോഴും ഡീപ്പായിട്ട് പോകും. ഇതെങ്ങനെ ഡീപ്പായിട്ട് പോകാനാണ്? ഒരു പിടുത്തമില്ല. ഇത്രയൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ എനിക്ക് ബ്രോഡ് ടൈപ്പിലെ ഫുൾ ഗൈഡ് ലൈൻസ്, അതായത് റൂൾസ് ഒക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അറിയാവുന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബ്രോഡ് ടൈപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഗൈഡ് ലൈൻസ് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യുക. എടുത്ത് ചാടി ജോയിൻ ചെയ്യരുത്. പിന്നെ എന്നോടൊന്ന് ചോദിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീ എന്നുള്ളൊരു സാധനം അവിടെ മെയിൻ ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ സമയം നന്നായിട്ട് പോകും. 7 മാസത്തെ കോഴ്സ് തന്നെ ഏകദേശം 1.5 വർഷമായിട്ട് പഠിക്കുന്നവരെ എനിക്കറിയാം. പിന്നെ ഇനി 1 വർഷത്തെ കോഴ്സ് എന്തായാലും ഒരു 1.5 വർഷത്തിന് മേളിൽ പോകും, ഉറപ്പ്. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, അതിന് മെസ്സേജ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറയാൻ കിട്ടുന്നുള്ളൂ. സോ താങ്ക് യു. ബൈ.